നെക്സ്റ്റ് നമുക്ക് ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. പോസിബിലിറ്റീസ് ഓഫ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ലൈൻ സ്റ്റാഫ് ആൻഡ് ഫങ്ഷണൽ സ്റ്റാഫ് ആർ ദറാസ് ദി റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് അതോറിറ്റി ആർ നോട്ട് വെൽ ഡിഫൈൻഡ്. അതായത് ഓരോരുത്തരുടെയും ഡ്യൂട്ടീസ് എന്താണെന്നുള്ളത് കറക്റ്റ് ഡിഫൈൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ലൈൻ സ്റ്റാഫും ഫങ്ഷണൽ സ്റ്റാഫും തമ്മിൽ എന്ത് വരും, കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ കൺഫ്യൂഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, ദ ഓവർഹെഡ് കോസ്റ്റ് ഓഫ് ദി പ്രൊഡക്റ്റ് വിൽ ഇൻക്രീസ് ഡ്യൂ ടു ഹൈ സാലറീസ് ഓഫ് സ്റ്റാഫ് പേഴ്സണൽ. അതായത് ഒരുപാട് സ്റ്റാഫ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ഇവരുടെയൊക്കെ എന്ത് ചെയ്യണം, സാലറി കൊടുക്കേണ്ടി വരും. ഇവരുടെയൊക്കെ സാലറി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് എന്ത് ചെയ്യേണ്ടി വരും, ഇൻക്രീസ് ചെയ്യേണ്ടി വരും. അങ്ങനെയല്ലേ, ഒരുപാട് പേർക്ക് സാലറി കൊടുക്കണം. അപ്പോൾ അതിനനുസരിച്ച് വരുമാനം, ഇൻകം നമുക്ക് കിട്ടണം. നമുക്ക് കിട്ടുന്ന ഇൻകം നമ്മൾ എങ്ങനെ കാണും? നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് ആരാണോ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് മാനേജ് ചെയ്യുന്നത് അവരെയാണ് കേട്ടോ. നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമ്മളാണ് ആ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നമ്മളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ലേബേഴ്സിന് നമ്മൾ സാലറി കൊടുക്കുമ്പോൾ അതിനുള്ള ഇൻകം നമ്മൾ കാണണം. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കൂട്ടിയിട്ടാണ് നമ്മൾ അതിനുള്ള ഇൻകം കാണുക. നെക്സ്റ്റ് വൺ, ഫ്ലോ ചാർട്ട് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് വൺ, ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ഫങ്ഷണൽ ഓർഗനൈസേഷൻ്റെ ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സിമ്പിളാണ്, അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല. ഏറ്റവും ടോപ്പിലാരാ, ചീഫ് പ്രൊജക്റ്റ് മാനേജർ. ചീഫ് പ്രൊജക്റ്റ് മാനേജറുടെ കീഴിൽ കൺസ്ട്രക്ഷൻ മാനേജർ വരും, അക്കൗണ്ട്സ് മാനേജർ വരും. ഇവരുടെ രണ്ടുപേരുടെയും കീഴിൽ ജൂനിയർ എഞ്ചിനീയർ 1 ഉണ്ട്, ജൂനിയർ എഞ്ചിനീയർ 2 ഉണ്ട്, ജൂനിയർ എഞ്ചിനീയർ 3 ഉണ്ട്. ഇനി എന്താണ് അഡ്വാൻറ്റേജ് എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡൂയിങ് വർക്ക് ആസ് പെർ സ്പെസിഫിക്കേഷൻ. സ്പെസിഫിക്കേഷനിൽ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാം, വർക്ക് നമുക്ക് ചെയ്യാം. ദ എൻറ്റയർ വർക്ക് ഈസ് ഡിവൈഡഡ് ഇൻ ടു ദി ബേസിസ് ഓഫ് ഫങ്ഷണൽ സ്പെഷ്യലൈസേഷൻ ആൻഡ് ഹെൻസ് ദ എഫിഷ്യൻസി വിൽ ബി ഇൻക്രീസ്ഡ്. നെക്സ്റ്റ്, ഡിസ്അഡ്വാൻറ്റേജ്. The worker will receive too many instruction simultaneously. അതായത് വർക്കേഴ്സിന് ഒന്നിലധികം ഒരുപാട് ഇൻസ്ട്രക്ഷൻ പല ഭാഗത്തുനിന്ന് കിട്ടും. ഒന്നിന് പുറകെ ഒന്നായിട്ട് പല ഇൻസ്ട്രക്ഷൻ കിട്ടും. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഈ ഫ്ലോ ചാർട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ജൂനിയർ എഞ്ചിനീയർ 1 എടുക്കുക. ജൂനിയർ എഞ്ചിനീയർ 1 എന്നുള്ളതിൻ്റെ മുകളിൽ മേലുദ്യോഗസ്ഥനായിട്ട് കൺസ്ട്രക്ഷൻ മാനേജറുണ്ട്, അക്കൗണ്ട്സ് മാനേജറും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ജൂനിയർ എഞ്ചിനീയർക്ക് രണ്ടാളുടെയും ഓർഡർ സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ ഇയാൾക്ക് ആകെ ടോട്ടലി എന്ത് ചെയ്യും, കൺഫ്യൂസ്ഡ് ആവും ഇയാൾ. അത് അതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റി. ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യുക എന്നുള്ളത് എന്താണ്, ഡിഫിക്കൽട്ട്. ദിസ് സിസ്റ്റം ഈസ് ടു കോംപ്ലിക്കേറ്റഡ്. ഈ ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ട് ആൻഡ് സെറ്റിൽമെൻറ്റ്. എന്താണ് കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ട്? തർക്കങ്ങൾ. അതായത് തർക്കങ്ങൾ മീൻസ്, അതായത് ഇപ്പോൾ നിങ്ങളൊരു കോൺട്രാക്ടറാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലയൻറ്റ് ഉണ്ടായിരിക്കും അല്ലേ. നിങ്ങൾ ഉദ്ദേശിച്ച പോലെയല്ല ക്ലയൻറ്റ് നിങ്ങൾ വർക്ക് ചെയ്തതിനുള്ള എമൗണ്ട് ഒന്നും തരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കരാറെടുത്ത മെറ്റീരിയൽസ് നിങ്ങൾക്ക് തരുന്നില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ക്ലയൻറ്റിന് നേരെ എന്ത് ചെയ്യാം, കംപ്ലൈൻറ്റ് കൊടുക്കാം. ക്ലയൻറ്റിന് തിരിച്ച് എന്ത് ചെയ്യാം, കോൺട്രാക്ടറുടെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം. അവർ പറഞ്ഞ പോലെ അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പേരിൽ കംപ്ലൈൻറ്റ് ചെയ്യാം. ഇതാണ് കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ട് ആൻഡ് സെറ്റിൽമെൻറ്റ്. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ട് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, കോൺട്രാക്ടേഴ്സ് ക്ലൈം എഗെയിൻസ്റ്റ് ക്ലയൻറ്റ്. സെക്കൻഡ് വൺ, ക്ലയൻസ് ക്ലൈം എഗെയിൻസ്റ്റ് കോൺട്രാക്ടർ. അപ്പോൾ നമുക്ക് എന്താണ് കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ട് എന്നുള്ളത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. എവരി പ്രൊജക്റ്റ് മാനേജർ ഹാസ് ടു ഫേസ് ലീഗൽ പ്രോബ്ലംസ് അറ്റ് വൺ ടൈം ഓർ ദ അതർ. അതായത് ഒരു സമയത്തല്ലെങ്കിൽ വേറൊരു സമയത്ത് ഒരു വർക്കിൽ ആ പ്രൊജക്റ്റ് മാനേജർ ഒരുപാട് ലീഗൽ പ്രോബ്ലംസ് അനുഭവിക്കേണ്ടി വരും. ലീഗൽ പ്രോബ്ലംസിനെ നേരിടേണ്ടി വരും. ദ പ്രോബ്ലം മേ അറൈസ് അറ്റ് എനി പോയിൻറ്റ് ഡ്യൂറിങ് ദി പ്രോസസ് ഓഫ് കൺസ്ട്രക്ഷൻ ഓർ ആഫ്റ്റർ ഇറ്റ്സ് കംപ്ലീഷൻ.
അതായത് ചിലപ്പോൾ പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരിക ആ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്തായിരിക്കും, ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കംപ്ലീഷൻ ഓഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും പ്രോബ്ലംസ് വരിക. എപ്പോൾ വേണേലും പ്രശ്നങ്ങൾ വരാം. സാധാരണയായി തർക്കങ്ങൾ ഉണ്ടാകുന്നത് കരാർ വ്യവസ്ഥ, ജോലി ചെയ്യുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസം, സ്വാഭാവികമായുള്ള ചില കാരണങ്ങൾ, പണിമുടക്കുകൾ, ഇതിനെയൊക്കെ ചൊല്ലിയിട്ട് എന്ത് ചെയ്യാം, തർക്കങ്ങൾ വരാം അല്ലേ. പണിമുടക്കുകൾ കാരണം എന്ത് ചെയ്യും, ദിവസങ്ങൾ അവിടെ കഴിയും, നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ചിലപ്പോൾ പറഞ്ഞ ടൈമിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. സ്വാഭാവികമായ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ. മഴ പെയ്താൽ നല്ല ഇടിയും വെട്ടി മഴ 2 ദിവസം നിന്ന് പെയ്യുകയാണെങ്കിൽ കോൺക്രീറ്റിങ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം, വർക്ക് ഡിലേ ആവാം. പക്ഷേ ഈ കാലാവസ്ഥപരമായ കാരണങ്ങളൊന്നും ഒരാളുടെ മേലിൽ നമുക്ക് പഴി ചുമത്താൻ കഴിയണമല്ല. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രശ്നങ്ങൾ വരിക. ഇനി എന്താണ് ആ 2 ടൈപ്പ് കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ട് എന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു, ക്ലെയിംസ് ഓഫ് കോൺട്രാക്ടർ എഗെയിൻസ്റ്റ് ക്ലൈൻറ്റ്. അതായത് ക്ലൈൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് കോൺട്രാക്ടർ എന്ത് ചെയ്യുക, ക്ലെയിം ചെയ്യും. ഇനി എന്താണെന്ന് നോക്കാം. ക്ലെയിംസ് ഫോർ റീഫണ്ട് ഓഫ് മണി റോങ്ലി ഡിഡക്റ്റഡ്. അതായത് ക്ലൈൻറ്റ് എന്ത് ചെയ്യുക, റോങ് ആയിട്ട് ഡിഡക്റ്റ് ചെയ്യുക. അതായത് കോൺട്രാക്ടർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് എന്ത് ചെയ്യുക, തെറ്റായ രീതിയിൽ തരില്ല, അത് തരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, കുറയ്ക്കും. അത് ഒരെണ്ണം. നെക്സ്റ്റ്, ക്ലെയിം ഫോർ എക്സ്ട്രാ എമൗണ്ട് ഓൺ പെറ്റി ക്യാഷ്. പെറ്റി ക്യാഷ് എന്ന് വെച്ചാൽ എന്താ, ഈ ചെറിയ ചെറിയ നമ്മൾ ഈ കണക്കിൽ പെടുത്തേണ്ട ചെറിയ ഉള്ള കാര്യങ്ങൾക്കുള്ള ക്യാഷ് ഉണ്ടാവും, പെറ്റി ക്യാഷ്. ഇപ്പോൾ പെറ്റി ക്യാഷ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, കോൺട്രാക്ടർക്ക് ക്ലയൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാം. നെക്സ്റ്റ് വൺ, ക്ലെയിം ഓഫ് കോമ്പൻസേഷൻ ഫോർ ലോസസ് suffered by the contractor due to the delay in supply of construction material, delay in sanction etc. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ വീടുകളിൽ തന്നെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ 2 രീതിയിൽ കൊടുക്കാം. മെറ്റീരിയൽസ് നമ്മൾ വാങ്ങി കൊടുക്കും അല്ലേ. ചില കോൺട്രാക്ടർക്കാണെങ്കിൽ നമ്മൾ എമൗണ്ട് കൊടുക്കും, അവരെന്ത് ചെയ്യും, മെറ്റീരിയൽസ് കളക്ട് ചെയ്യും. ഇനിയിപ്പോൾ നമ്മളാണ് മെറ്റീരിയൽസ് വാങ്ങിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ ഡിലേ ആയി. അപ്പോൾ അതായത് ഒരു ക്ലയൻറ്റ് മെറ്റീരിയൽസ് വാങ്ങിച്ചു കൊടുക്കാൻ ഡിലേ ആയി, അവർക്ക് കിട്ടാൻ ഡിലേ ആയാൽ അതിനെന്ത് ചെയ്യാം, അതിനെ കോമ്പൻസേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, കോൺട്രാക്ടർക്ക് ക്ലയൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാം. നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഓഫ് ഡിലേഡ് പേയ്മെൻറ്റ്. ക്ലയൻറ്റ് കോൺട്രാക്ടർക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ ഡിലേ ആയാൽ ആ ഡിലേ ആവുന്ന, ഇപ്പോൾ 1 മാസം അല്ലെങ്കിൽ 1 വർഷം 2 വർഷമൊക്കെ ഡിലേ ആയി, ചെയ്ത വർക്കിൻ്റെ പൈസ കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിന് നമുക്ക് പലിശ വാങ്ങിക്കാം. കോൺട്രാക്ടർക്ക് എന്ത് ചെയ്യാം, പലിശ വാങ്ങിക്കാം. നെക്സ്റ്റ് വൺ, ക്ലെയിംസ് ഓഫ് ക്ലൈൻറ്റ് എഗെയിൻസ്റ്റ് കോൺട്രാക്ടർ. ക്ലെയിംസ് ഫോർ ഡിഫക്റ്റീവ് വർക്ക് ഡൺ ബൈ ദി കോൺട്രാക്ടർ. കോൺട്രാക്ട് ചെയ്ത വർക്ക് കറക്റ്റ് അല്ല, കറക്റ്റ് നമ്മൾ പറഞ്ഞ പോലെ കോൺട്രാക്ടർ വർക്ക് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. ക്ലയൻറ്റ് പറഞ്ഞ പോലെ കോൺട്രാക്റ്റ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, അത് നമുക്ക് ക്ലെയിം ചെയ്യാം. നെക്സ്റ്റ്, ക്ലെയിം ഫോർ ഓവർ പേയ്മെൻറ്റ് മെയ്ഡ് ടു ദി കോൺട്രാക്ടർ. കോൺട്രാക്ടർ ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഓവർ പേയ്മെൻറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ക്ലയൻറ്റിന് കോൺട്രാക്ടർക്ക് എതിരെ എന്ത് ചെയ്യാം, പരാതി കൊടുക്കാം. നെക്സ്റ്റ് വൺ, ക്ലെയിം ഫോർ ലിക്വിഡേറ്റഡ് ഡാമേജ് ഫോർ ഡിലേ കോസസ് ബൈ കോൺട്രാക്ടർ ഇൻ കംപ്ലീറ്റിംഗ് ദി വർക്ക്. കോൺട്രാക്ടർ വർക്ക് പൂർത്തിയാക്കുന്നതിൽ വരുത്തിയ കാലതാമസത്തിന് എന്ത് ചെയ്യാം, നഷ്ടപരിഹാരം ചോദിക്കാം. ഇൻട്രസ്റ്റ് ഓൺ എമൗണ്ട് ക്ലെയിംഡ് ബൈ ദി കോൺട്രാക്ടർ. കോൺട്രാക്ടർ വാങ്ങുന്ന ഇൻട്രസ്റ്റിനെതിരായിട്ട് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാം. അതർ കോമ്പൻസേഷൻ ക്ലെയിം ഫോർ ഡിലേഡ് കോസ്റ്റ് ബൈ ദി കോൺട്രാക്ടർ. കോൺട്രാക്ടർ വേറെ എന്തെങ്കിലും ഡിലേ വർക്കിൽ വരുത്തുകയാണെങ്കിൽ ക്ലയൻറ്റിന് എന്ത് ചെയ്യാം, കോൺട്രാക്ടർക്ക് എതിരായിട്ട് എന്ത് ചെയ്യാം, പരാതി ചെയ്യാം. ഇത്രയാണ് 2 തരം ഡിസ്പ്യൂട്ട്. ഇനി നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ടോപ്പിക്കാണ് ജോബ് ലേഔട്ട് ഓർ സൈറ്റ് ലേഔട്ട്. പേരിൽ തന്നെ ഉണ്ട്, എന്താണ് സൈറ്റ് ലേഔട്ട്? ഒരു സൈറ്റിൻ്റെ ലേഔട്ട് നമ്മൾ വരയ്ക്കുക, അത്രയേ ഉള്ളൂ സൈറ്റ് ലേഔട്ട്. എ സ്കെയിൽഡ് ഡ്രോയിങ് ഓഫ് പ്രപ്പോസ്ഡ് കൺസ്ട്രക്ഷൻ സൈറ്റ്.
അതായത് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന സൈറ്റിൻ്റെ ഒരു സ്കെയിൽഡ് ഡ്രോയിങ് ആണ് എന്ത്, സൈറ്റ് ലേഔട്ട്, അല്ലെങ്കിൽ അതിനെ ജോബ് ലേഔട്ട് എന്ന് പറയും. ഇറ്റ് ഷോസ് all the relevant features such as entry and exit point of the site. ഒരു സൈറ്റ് ലേഔട്ടിൽ നമ്മൾ എന്തൊക്കെ ഉൾക്കൊള്ളിക്കണം? ഒരു എൻട്രി പോയിൻ്റ് ഉണ്ടായിരിക്കും, ഒരു എക്സിറ്റ് പോയിൻ്റ് ഉണ്ടായിരിക്കും, സ്റ്റോറേജ് ഏരിയ ഫോർ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാനുള്ള ഏരിയ ഉണ്ടായിരിക്കും,